Welcome to lecture number 11, paper 4, semester 6, BSc Physics Main. Combination of gates. Combination gates. Lecture number 11, paper 4, Digital Electronics and Computer Science. So let us see what are combination of gates, or simply combination gates. NOR gate and NAND gate are the combination gates. NOR gate and NAND gate are the two combination gates. Number one, NOR gate. Number one, NOR gate. The symbol is shown here. It is OR gate. OR gate followed by a NOT gate. OR gate followed by a NOT gate. And the NOT gate we can represent as a bubble with the OR gate. Bubbled OR gate. Bubbled OR gate is called a NOR gate. A NOT gate along with the OR gate is called NOR gate, and that we can represent by the second symbol. That is a bubble is joined with the OR gate, and that is the NOR gate. NOR gate is a NOT OR gate. NOR gate is a NOT OR gate. The symbol is shown here. The construction is as in the first figure. The symbol is the second figure. The Boolean equation is y is equal to a plus b bar. That is OR addition, and then there is a bar. The truth table is ABY 001, 010, 100, and 111. That is, when both outputs are 0, when both inputs are 0, we get a high output. That is the meaning of NOR gate. So the explanation is given here. A NOR gate can be formed by combining an OR gate and a NOT gate. It is a NOT OR gate. The symbol or truth table are given above. So the question is, explain NOR gate, give its truth table. Question number 2. How will you implement NOT gate? NOT gate. How will you implement a NOT gate, AND gate, and OR gate using NOR gates? അപ്പോൾ ഈ NOR ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ് പറയുന്നത്. ആ ഗേറ്റ് കൊണ്ട് മറ്റേത് ഗേറ്റ് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. അതായത് NOR ഗേറ്റുകളുടെ കോമ്പിനേഷൻ കൊണ്ട് നമുക്ക് OR ഗേറ്റോ AND ഗേറ്റോ NOT ഗേറ്റോ ഒക്കെ നിർമ്മിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ NOR ഗേറ്റ് കോമ്പിനേഷൻ, NOR ഗേറ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ NOT ഗേറ്റ്, AND ഗേറ്റ്, OR ഗേറ്റ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള അടുത്ത ചോദ്യം. ഹൗ വിൽ യു implement NOT gate, AND gate, and OR gate using NOTs? That is an important question. And you see the first one. First one is NOT implementation using NOTs. അപ്പോൾ ആദ്യ പടം കാണിച്ചിരിക്കുന്നത് NOT ഇംപ്ലിമെൻറ്റേഷൻ ആണ്. NOR മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഒരു NOR ഗേറ്റ് കൊടുത്തിരിക്കുന്നു, ഒരു ഇൻപുട്ട് എ വരുന്നു, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എയുടെ സ്ഥാനത്ത് എ ആണ്, ബിയുടെ സ്ഥാനത്ത് എ ആണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എ പ്ലസ് ബി ബാർ ആണല്ലോ. അപ്പോൾ എ പ്ലസ് എ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ. അപ്പോൾ ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് ഇൻവേഴ്സ് ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്നതിനെ ആണ് നമ്മൾ നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇൻപുട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തല്ലോ, അതിന് പകരം സിംഗിൾ ഇൻപുട്ട് കൊടുത്താൽ മതി, അത് സ്പ്ലിറ്റാക്കി എടുത്തുകൊള്ളും. അതാണ് ഈ രണ്ടാമത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് എ വന്നിട്ട് ഡബിളായിട്ട് കൊടുക്കുന്നതിന് പകരം സിംഗിളായിട്ട് തന്നെ കൊടുത്താലും മതിയല്ലോ. കാരണം ഒരേ ഇൻപുട്ട് തന്നെ വരുന്നത്, രണ്ടായിട്ട് ഭാഗിച്ചെടുക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് വിചാരിച്ചാൽ ഒരു ബബിൾഡ് OR ഗേറ്റ്, ആ ബബിൾ OR ഗേറ്റ് NOR ഗേറ്റ്, ആ NOR ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് NOT ഗേറ്റ്. എപ്പോൾ ആ സിംഗിൾ ഇൻപുട്ട് ആണെങ്കിൽ എ സിംഗിൾ ഇൻപുട്ട് NOR ഗേറ്റ്, a single input NOR gate can be considered as a NOT gate. It will act as a NOT gate. A single input NOR gate will act as a NOT gate. A single input A can be considered as two inputs
ഇൻപുട്സ് ഓഫ് ദി സെയിം സ്റ്റേറ്റ് ടൈഡ് ടുഗദർ. അപ്പോൾ ഒരു സിംഗിൾ ഇൻപുട്ട് രണ്ട് ഇൻപുട്ടായിട്ട് വിചാരിച്ചോളൂ, സെയിം ഇൻപുട്ടിൻ്റെ രണ്ട് കോമ്പിനേഷനായിട്ട് വിചാരിച്ചോളൂ. നെക്സ്റ്റ് ഈസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് നോട്ട്സ്. നോട്ട്സ് കൊണ്ട് എങ്ങനെ ആൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് നമുക്കിവിടെ 3 നോർ ഗേറ്റ് വേണ്ടി വരും. 3 നോർ ഗേറ്റ് വേണ്ടി വരും. 2 സിംഗിൾ ഇൻപുട്ട് നോറും ഒരു ഡബിൾ ഇൻപുട്ട് നോറും. അപ്പോൾ ഒന്നാമത്തെ നോർ ഗേറ്റിൽ നമ്മൾ എ കൊടുക്കും, അത് എ ബാർ തരും. രണ്ടാമത്തെ സിംഗിൾ ഇൻപുട്ട് നോർ ഗേറ്റിൽ നമ്മൾ ബി കൊടുക്കും, ബി ബാർ തരും. അത് രണ്ടും കൂടി അടുത്ത ഡബിൾ ഇൻപുട്ട് നോർ ഗേറ്റ് കമ്പൈൻ ചെയ്യും. ഇതിനെന്ത് കിട്ടും? എ ബാർ പ്ലസ് ബി ബാർ ഹോൾ ബാർ. അത് എ ഇൻറ്റു ബി ആണ്. അത് തെളിയിക്കാൻ നമുക്ക് ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യണം. ഡി മോർഗൻസ് തിയറം നമ്മൾ പഠിക്കുന്നത് ബൂളിയൻ ആൾജിബ്രയിലാണ്. അവിടെ പഠിക്കും എ ബാർ പ്ലസ് ബി ബാർ ഹോൾ ബാർ ഈസ് എ ഇൻറ്റു ബി എന്ന് പഠിക്കും. അത് ഡി മോർഗൻസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. അതായത് കോംപ്ലിമെൻറ്റ് ഓഫ് എ സം ഈസ് പ്രോഡക്റ്റ് ഓഫ് ദി കോംപ്ലിമെൻറ്റ്സ് എന്നൊരു തിയറുണ്ട്. ആ തിയർ നമ്മൾ പുറകെ പഠിക്കും. തൽക്കാലം ഇത്രയും ഓർത്താൽ മതി. എ പ്ലസ് ബി, എ ബാർ പ്ലസ് ബി ബാർ ഹോൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ ബാർ ഇൻറ്റു ബി ബാർ ബാർ ഈസ് ഈക്വൽ എ ബി. ഡി മോർഗൻസ് തിയറാണ്. ദാറ്റ് വി സ്റ്റഡി the next part of this chapter, that is Boolean algebra. So when we apply the De Morgan's theorem, we can see the final output of this circuit is A into B, which is AND expression. The two inputs are applied to a NOR gate through a single input, through two single input nodes. I bar P, you read as input nodes. We have to apply De Morgan's theorem to obtain the final output y is equal to a into b. Now we see what is called the OR implementation using NORs. So there is a double input NOR followed by a single input NOR. The double input NOR will give a plus b bar. The single input NOR will act as NOT gate, so we get a plus b bar bar, which is a plus b. A NOR gate follows a single input NOR gate gives OR gate. ഇക്വേഷൻ മനസ്സിലായിരിക്കണം. ആദ്യത്തെ നോർ ഗേറ്റ് നമുക്ക് എ പ്ലസ് ബി ബാർ തരും. രണ്ടാമത്തെ സിംഗിൾ ഇൻപുട്ട് നോറാണ്, അത് നോട്ട് ഗേറ്റായി പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ബാറിൻ്റെ വീണ്ടും ബാർ തരുമ്പോൾ എ പ്ലസ് ബി ആയിട്ട് മാറും. അത് ഓർ എക്സ്പ്രഷനാണ്. ഇനി അടുത്ത് നാൻഡ് ഗേറ്റ്. രണ്ടാമത്തെ കോമ്പിനേഷൻ ഗേറ്റാണ് നാൻഡ് ഗേറ്റ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നോർ ഗേറ്റ് പറഞ്ഞതുപോലെ ഇവിടെ ആൻഡ് ഗേറ്റ് ഫോളോഡ് ബൈ എ നോട്ട് ഗേറ്റ്. ആൻഡ് ഗേറ്റ് ഫോളോഡ് ബൈ എ നോട്ട് ഗേറ്റ് ഈസ് കോൾഡ് നാൻഡ് ഗേറ്റ്. നോട്ട് ആൻഡ് ഗേറ്റ് സിമ്പിൾ നോക്കുക. ഇത് ആദ്യം കൺസ്ട്രക്ഷനാണ്. എ ബി ഒരു ആൻഡ് ഗേറ്റ് കൊടുത്തു, അത് നമുക്ക് എ ബി തരും. അതിനുശേഷം നമ്മളൊരു നോട്ട് ഗേറ്റ് പിടിപ്പിക്കും. അപ്പോൾ നമുക്ക് വൈ എ പ്ലസ് ബി ബാർ കിട്ടും. വൈ എ പ്ലസ് ബി ബാർ എന്ന് കിട്ടും. അത് എ പ്ലസ് ബി ബാറല്ല, എ ഇൻറ്റു ബി ബാർ. വൈ ഈസ് എ ഇൻറ്റു ബി ബാർ കിട്ടും. അതാണ് നാൻഡിൻ്റെ ഓപ്പറേഷൻ. ബൂളിയൻ ഇക്വേഷൻ y is equal to a into b bar ആണ്. നാൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷന് ബൂളിയൻ ഇക്വേഷൻ y is a into b bar. ഇപ്പോൾ നോക്കിക്കേ. അപ്പോൾ ആ ഫോളോയിങ് നോട്ട് ഗേറ്റിനെ നമുക്ക് ബബിളായിട്ട് ആൻഡിൻ്റെ കൂടെ ചേർത്താൽ മതി. അപ്പോൾ എ ബി എ സിംഗിൾ ഇൻപുട്ട് ആൻഡ് എ ബി ടു എ നാൻഡ് ഗേറ്റ് and followed by a note we can represent by a bubbled AND gate. Bubbled AND gate is called a NAND gate. That is not AND gate, not AND gate. The Boolean equation is y is equal to a to b bar. The truth table is a b y 0 0 1 0 1 1 1 0 1 1 1 0. അതായത് രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആവും. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് 1 ആയിരിക്കും. എ നാൻഡ് ഗേറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ കമ്പൈനിങ്
An AND gate and a NOT gate, it is a NOT AND gate. NOT AND gate ആണ്. അതായത് ആൻഡ് ഗേറ്റിൻ്റെ എതിര് ട്രൂത്ത് ടേബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സ്പ്ലെയിൻ ആൻഡ് ഗേറ്റ്, ഗിവ് ഇറ്റ്സ് ട്രൂത്ത് ടേബിൾ. ഇത് നമ്മൾ പഴയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഹൗ വിൽ യു ഇംപ്ലിമെൻറ്റ് ബേസിക് ഗേറ്റ്സ് യൂസിങ് നാൻസ്, ഹൗ വിൽ യു ഇംപ്ലിമെൻറ്റ് നോട്ട് ഗേറ്റ് ആൻഡ് ഓർ ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ്സ്. അപ്പോൾ ഈ നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും ഈ നാൻഡ് ഗേറ്റുകളുടെ കോമ്പിനേഷൻ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞത് നോർ ഗേറ്റുകളുടെ കോമ്പിനേഷൻ വെച്ചിട്ടാണ്. നോർ ഗേറ്റുകളുടെ കോമ്പിനേഷൻ വെച്ചിട്ട് എങ്ങനെ നാൻഡ് ആൻഡ് ഓർ കാണുമെന്നാണ് നേരത്തെ പറഞ്ഞത്. ഇനി പറയുന്നത് നാൻഡ് ഗേറ്റുകളെ കോമ്പിനേഷൻ വെച്ചിട്ട് എങ്ങനെ ഇവ കണ്ടുപിടിക്കും. അപ്പോൾ ഒന്നാമത്തത്, യു ലുക്ക്, ദ ഫസ്റ്റ് വൺ ഈസ് നോട്ട് ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് NANDs. A single input NAND gate will act as NOT gate. A single input NAND gate will act as NOT gate. അപ്പോൾ നോക്കിയേ, ഒരു സിംഗിൾ ഇൻപുട്ട് വന്നിട്ട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈ നാൻഡ് ഗേറ്റ് സ്വീകരിക്കും എന്ന് വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് A ഇൻറ്റു ബി ബാറിന് പകരം A ഇൻറ്റു എ ബാർ. എ ഇൻറ്റു എ ആണെന്ന് ബൂളിയൻ ആൾജിബ്രയിൽ പറയും. അപ്പോൾ A ഇൻറ്റു എ ആണ് എ ബാർ. അപ്പോൾ ഇങ്ങനെ ഈ ഡബിള് ഇൻപുട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം സിംഗിൾ ഇൻപുട്ടായിട്ട് വിചാരിച്ചാൽ മതി, അത് ഡബിളായിട്ട് എടുത്തുകൊള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം y is equal to a bar. A single input NAND will act as NOT gate. So you remember, a single input NOR will act as NOT gate. A single input NAND will also act as NOT gate. And second is AND implementation. There is a double input NAND followed by a single input NAND. The double input NAND will give A into B bar. The single input NAND will invert it because it is a NOT gate. The result is y is equal to A into B, which is AND gate expression. The third is OR implementation. OR implementation. There are two single input NANDs followed by a double input NAND. The single input NANDs will give A bar and B bar. Then the double input NAND will give A bar into B bar whole bar, which is equal to A bar plus B bar is equal to A plus B, OR operation, OR formula. And here, to get to this result, we have to again apply the De Morgan's theorem. That is, the complement of a product is sum of the complements. Complement of a product is sum of the complements. That is, A bar and B bar whole bar is A bar plus B bar. A bar is A. B bar is B. That is A plus B, or formula. Now there is another question. XNOR gate. In the previous class we have studied XOR gate. And here XNOR gate. What is XNOR gate? It is XOR gate followed by a NOT gate. XOR gate followed by a NOT gate. And that we represent here XOR gate followed by a bubble. That is all. XOR gate followed by a bubble. And here the Boolean expression is y is equal to A round plus B whole bar. That is A B bar plus A bar B whole bar. You know, for XOR gate, the output is A B bar plus A bar B. This is XNOR gate. There is a NOT gate application. So we get A B bar plus A bar B whole bar. And the detailed diagram is shown in the figure. The XNOR gate detailed diagram is given in this side here. That is, two NOT gates followed by two NAND gates, and then they are coupled to a NOR gate. So you see the result. The first NOT gate will give A bar.
The second NOT gate will give B bar, A bar, A bar, and B is applied to the first AND gate, and A and B bar is applied to second AND gate. So the result is A bar B plus AB bar, and they are added and complemented by the NOR gate last. So we get AB bar plus A bar B whole bar. ഈ പടത്തിൽ നമ്മൾ അവസാനത്തെ നോറിന് പകരം അവിടെ ഓറാണെങ്കിൽ, അവസാനത്തെ നോറിന് പകരം ആ സൈഡിൽ കാണുന്ന പടം റൈറ്റ് സൈഡിൽ അവസാനത്തെ നോറിന് പകരം ഓറാണെങ്കിൽ നമുക്കത് എക്സോർ ഗേറ്റിൻ്റെ ഡീറ്റെയിൽ ഡയഗ്രം ആയിരിക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് ഡയഗ്രം നമ്മൾ പറഞ്ഞിട്ടില്ല, ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇവിടെ ആ സൈഡിൽ കാണുന്ന പടത്തിൽ അവസാനത്തെ നോറാണെങ്കിൽ നമുക്ക് എക്സോർ കിട്ടും, നോറിന് പകരം ഓറാണെങ്കിൽ എക്സോർ കിട്ടും. എക്സോർ റിസൾട്ട് അറിയാമല്ലോ, വൈ ഇസ് എ ബി ബാർ പ്ലസ് എ ബാർ ബി ആർ. അപ്പോൾ എക്സ് എൻ ഓറിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. എ ബി വൈ 0 0 1 0 1 0 1 0 0 1 1 1. അതായത് എക്സോറിൽ 2 ഇൻപുട്ട് മാറി വന്നാൽ ഔട്ട്പുട്ട് ഉണ്ടാവും, ഹൈ ഉണ്ടാവും. ഇവിടെ 2 ഇൻപുട്ട് സെയിം ആയിട്ട് വന്നാൽ പിന്നെ ഔട്ട്പുട്ട് ഹൈ ഉണ്ടാവും. അതാണ് വ്യത്യാസം. Now there is a short answer question. An electrical signal is expressed as 1 0 1 0 1 1. Explain the meaning of this meaning. If this signal is applied to a NOT gate, what would be the output? ഒരു സിഗ്നൽ നമുക്ക് തന്നിരിക്കുകയാണ്, അത് 1 0 1 0 1 1 എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. അതിന് മീനിങ് എന്താണ്, അതൊരു നോട്ട് ഗേറ്റ് കൊടുത്താൽ നമുക്ക് എന്തുത്തരം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ സിഗ്നൽ തന്നിരിക്കുന്നത് 1 0 1 0 1 1 ആണ്. അതൊരു വേവ് ട്രെയിനായിട്ട് നമുക്ക് താഴെ കാണുന്നവരെ കാണിക്കുക. ഒരു ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, 2 ഹൈ വോൾട്ടേജ്. അപ്പോൾ സ്പേസ് തുല്യമായിരിക്കണം. ഇതാണ് ആ സിഗ്നലിൻ്റെ ഒരു സ്ക്വയർ വേവ് റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 1 വന്നതുകൊണ്ടാണ് നമ്മൾ അടുപ്പിച്ച് 2 പീക്കിൽ കാണിച്ചിരിക്കുന്നത്. 2 0 ആണെങ്കിൽ അടുപ്പിച്ച് 2 ഈ ക്രസ്റ്റുകൾ, ട്രഫുകൾ നമ്മൾ കാണിക്കേണ്ടി വരും. ഇത് സിഗ്നൽ റെപ്രസെൻറ്റ്സ് എ ബൈനറി നമ്പർ that is 1 0 1 0 1 1. It is electrically represented as a train of pulses. ഇപ്പോൾ പൾസായിട്ട് നമ്മൾ കാണിച്ചിരിക്കുകയാണ്, ഒരു സ്ക്വയർ വേവ് ഫോം പോലെ കാണിച്ചിരിക്കുകയാണ്. In positive logic 1 represents high. We have studied positive logic and negative logic. In positive logic, 1 will represent high voltage and 0 will represent low voltage as in the figure. If this pulse is applied to a NOT gate, we get a complemented pulse. In the form 0 1 0 1 0 0. നമ്മൾ കോംപ്ലിമെൻ്റ് വാല്യൂ കൊടുക്കണം. ഈ സ്ക്വയർ വേവ് റെപ്രസെൻറ്റേഷൻ ഈസ് ആസ് ഫോളോസ്. ഇത് കാണുന്ന അന്നേരം ഒരു നോട്ട് ഗേറ്റിൽ കൊടുത്താൽ ഉള്ള സ്ക്വയർ വേവ് റെപ്രസെൻറ്റേഷൻ നേരെ മറിഞ്ഞു വരും. ക്രിസ്റ്റൽ ട്രഫായിട്ട് മാറും, ട്രഫ് ക്രിസ്റ്റായിട്ട് മാറും. So we get 0 1 0 1 0 0. That is the new wave train when the given pulse is applied to a NOT gate. That is all with the 11th lecture on paper 4. That is combination of gates. Thank you very much.